ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. നമസ്കാരം. ഏവർക്കും ലേഡീസ് അവറിന്റെ ഈ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ലേഡീസിന് എപ്പോഴും എന്താണ് ഈ ഒരു മാസ സൈക്കിൾസ് ഒക്കെ ഉള്ളത് കൊണ്ടും പിന്നെ ലേഡീസിന് കൂടുതലും ഈ തൈറോയിഡും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടുമൊക്കെ സ്ത്രീകളുടെ ഒരു ഫിസിയോളജിയുടെ ഭാഗമാണല്ലോ മെൻസ്ട്രൽ സൈക്കിൾ, തൈറോയിഡ്, പിന്നെ മാത്രമല്ല ബ്രസ്റ്റ് ഫീഡിങ്, ഇങ്ങനെയൊക്കെയുള്ള ഇതിലൊക്കെ ഏറ്റവും അധികം ചോർന്നു പോകുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് കാൽഷ്യം, മറ്റൊന്ന് അയൺ. നമ്മള് ഹീമോഗ്ലോബിൻ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയെ നമ്മൾ പറയും അനീമിയ. അപ്പോൾ സ്ത്രീകളിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു രോഗലക്ഷണം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു രോഗമല്ല, രോഗലക്ഷണമാണ് അനീമിയ എന്ന് പറയുന്നത്, അല്ലെ? ഒരു 1/3 സ്ത്രീകൾക്കെങ്കിലും അനീമിയ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഹീമോഗ്ലോബിന്റെ കൗണ്ട് 10 താഴെ എന്നുള്ള നിലയിലാണ് ഈ അനീമിയ പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 12 മുകളിൽ നിൽക്കണം. ശരിക്കും നമ്മുടെ കൈയൊക്കെ തുറന്ന് നോക്കുമ്പോൾ ആ മഞ്ഞ പാച്ചുകളൊന്നും ഇല്ലാതെ നല്ല ചുമന്ന് തൊടുത്തിരിക്കുന്ന കൈയാണ് ശരിക്കും പറഞ്ഞാൽ ഐഡിയൽ സിറ്റുവേഷനിലുള്ള കൈ. പക്ഷെ എനിക്ക് തോന്നുന്നു സ്ത്രീകളിൽ കൈ കാണിച്ചു നോക്കട്ടെ. എന്റെ കയ്യിലില്ല, അനീമിക്കല്ല. ഓക്കെ. അപ്പോൾ പലപ്പോഴും പല സ്ത്രീകളിലും ഈ ഒരു രക്തപ്രസരിപ്പ് നമ്മൾ അങ്ങനെ അധികം കാണാറില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അയൺ സപ്ലിമെന്റ്സ്. പക്ഷെ അനീമിയ അയൺ സപ്ലിമെന്റ്സ് കൊണ്ട് മാത്രമല്ല കേട്ടോ. വൈറ്റമിൻ B12 ഇല്ലാത്ത ഡെഫിഷ്യൻസി കാരണം, അല്ലെങ്കിൽ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി കാരണവും എല്ലാം അനീമിയ സംഭവിക്കാറുണ്ട്. അപ്പോൾ അനീമിയ എന്ന് പറയുന്നത് രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന ഒരവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്. അതിന്റെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്ത ക്ഷീണം വരിക, ഒരുപാട് മുടി പോകുന്നതായിട്ട്, മുടി കൊഴിച്ചിൽ കൂടുതലാവുന്നതായി തോന്നുക, ഈ നഖമൊക്കെ പെട്ടെന്ന് വിട്ടുപോവുക. ഇത്തരത്തിലുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആശങ്ക അല്ലെങ്കിൽ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങൾ. സ്ത്രീകൾ പൊതുവെ വീട്ടമ്മമാരാണെങ്കിലും അതെ, ഇനി ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിലും അതെ, എല്ലാവരും ഏത് സമയവും എനർജറ്റിക് ആയിരിക്കേണ്ട ആൾക്കാരാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. സ്ത്രീകളുടെ എനർജി ഡൗൺ ആയാൽ ബാക്കി എല്ലാവരുടെ എനർജി കുടുംബം തന്നെ അങ്ങ് ഡൗൺ ആയി. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എപ്പോഴും വളരെ എനർജറ്റിക് ആയിട്ടിരിക്കേണ്ട ആൾക്കാരാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മുടികൊഴിച്ചിൽ എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകളും, സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നിരുന്നാൽ പോലെ സ്ത്രീകൾക്ക് അത് പ്രത്യേകിച്ച് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. മുടി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ തെലുങ്ക് നാട്ടിലുള്ള ആൾക്കാർ പറയും മുടി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അഹങ്കാരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തിരുപ്പതിയിലൊക്കെ പോയി മുട്ടയടിക്കുന്നത് അവരുടെ ഏറ്റവും വലിയ നേർച്ചയാവുന്നത്. കാരണം തിരുപ്പതിയിൽ പോയി മുട്ടയടിക്കുമ്പോൾ നമ്മുടെ അഹങ്കാരം മുഴുവൻ നമ്മൾ ദൈവത്തിന് അർപ്പിക്കുകയാണ് എന്ന ഒരു നിലപാടാണ് അപ്പോൾ എടുക്കുന്നത്. ഇത്തരം വിഷയങ്ങളാണ് ഇത്തവണത്തെ ഈ സെഗ്മെന്റിൽ സംസാരിക്കുന്നത്. ആദ്യ സെഗ്മെന്റിന് ശേഷം തിരികെ വരാം. നമസ്കാരം, എൻ്റെ പേര് ഇന്ദു. പ്രോട്നെക്സ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഞാൻ. ഞാനും ഞങ്ങളുടെ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേര് നാദവർദ്ധനനെ, ഞങ്ങൾ 2 പേരും കൂടെ തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടപ്പാണ് പ്രോട്നെക്സ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഡെവലപ്മെൻറ്റ് ആൻഡ് മാനുഫാക്ചറാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ ഒരു കമ്പനിയിൽ കോഫൗണ്ടർ ആൻഡ് ഡയറക്ടറായ നാദ, അദ്ദേഹമാണ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും ചെയ്യുന്നത്. കമ്പനിയുടെ മറ്റു ചുമതലകൾ ഞാൻ ഏറ്റെടുത്ത് ചെയ്യുന്നു. സോ ഞങ്ങളിവിടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളെന്ന് പറയുമ്പോൾ ഇന്നോവേറ്റീവ് ആൻഡ് ഫ്യൂച്ചറിസ്റ്റിക് പ്രൊഡക്ട്സ്, അതാണ് ഞങ്ങൾ ഇതിലൂടെ ഫോക്കസ് ചെയ്യുന്നത്. ബൈ ഗിവിങ് ഇമ്പോർട്ടൻറ്റ് ടു ദ എനർജി സേവിങ് ആസ്പെക്റ്റ്. സോ ഇത് പറയുമ്പോൾ എനിക്ക് ഞങ്ങളുടെ കോഫൗണ്ടർ നാദയുടെ കോൺട്രിബ്യൂഷൻ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഈ ഫീൽഡിൽ 10-12 വർഷമായി ഈ ഫീൽഡിൽ എനർജി റിലേറ്റഡ് ആസ്പെക്ട്സിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തുന്ന ഒരു വ്യക്തിയാണ്.
ആൻഡ് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് അവകാശപ്പെടാവുന്ന ഒരു പിടി ഇന്നോവേറ്റീവ് പ്രോജക്ട്സ് അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. സോ അദ്ദേഹം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ്. സോ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ വി ഒക്കേഷണലി മീറ്റ്. അപ്പോൾ ഞങ്ങളുടെ ഒരു കോമൺ ഇൻട്രസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ഫ്യൂച്ചർ പ്രോജക്ട്സ് ഡിസ്കഷനൊക്കെ. സോ വി വർ ക്വയറ്റ് ഇംപ്രസ്ഡ് അബൌട്ട് ഹിസ് വർക്ക്സ്. സോ അങ്ങനെയാണ് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ പ്രൊഡക്റ്റിൻ്റെ പ്രോട്ടോടൈപ്പുമായിട്ട് ഞങ്ങളെ മീറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഹി കെയിം ടു എൻക്വയർ സം കോണ്ടാക്ട്സ് ടു ഷോക്കേസ് ഹിസ് പ്രോഡക്റ്റ്. അതിനാണ് അങ്ങനെ വന്നത്. ആൻഡ് മീൻ ടൈം ഇപ്പോൾ എന്നെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു MTech ഗ്രാജുവേറ്റ് ആണ്. എൻ്റെ ഫീൽഡ് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. NIT ട്രിച്ചിയിൽ നിന്ന് ഞാൻ 2008 MTech പാസ് ഔട്ടായി. ആൻഡ് ഐ ഗോട്ട് പ്ലേസ്ഡ് ഇൻ മൈ വൺ ഓഫ് her core companies, L&T Rampol. There I was working as an engineering consultant. സോ ആ സമയത്ത് എനിക്ക് മോളുണ്ടാവുന്നു. ആൻഡ് ആ ഒരു പീരീഡിൽ എനിക്ക് എൻ്റെ ജോബ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. ആൻഡ് ഞങ്ങൾ ചെന്നൈയിൽ നിന്നും ഫോർ ദ മാറ്റർ ഓഫ് ഗെറ്റിംഗ് സെറ്റിൽഡ് ഡൗൺ വി മൂവ് ടു എറണാകുളം. ആൻഡ് ഹിയർ ഓൾസോ ഐ കണ്ടിന്യൂഡ് മൈ കരിയർ ആസ് എ ഫാക്കൽറ്റി ഇൻ ആൻ എഞ്ചിനീയറിംഗ് കോളേജ്, ദാറ്റ് ഈസ് SEMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ആ കോളേജിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ ആ ടൈമിൽ ദെൻ ഐ കൺസീവ്ഡ് മൈ സെക്കൻഡ് ബേബി. സോ ഇറ്റ് വാസ് എ ബ്രേക്ക് ഫോർ മൈ കരിയർ. സോ ആ ഒരു പീരീഡ് ഇങ്ങനെ മൈ കരിയർ ലൈഫ് വാസ് ഓൾമോസ്റ്റ് എൻഡിങ്. അങ്ങനെ ഒരു ദാറ്റ് പീരീഡ് വാസ് ഗെറ്റിംഗ് എലോങ്ങേറ്റഡ്. സോ ആ ഒരു സമയത്താണ് ഐ വാസ് ആക്ച്വലി തിങ്കിങ് സീരിയസ് അബൌട്ട് ദിസ്. എന്താണ് ഇനി തിരിച്ച് ഒരു പ്രൊഫഷൻ, ഒരു റൂട്ടീൻ ജോബിലേക്ക് പോകാനുള്ള താല്പര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആക്ച്വലി വി മീറ്റ്, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസ്കഷനുമായിട്ട് മീറ്റ് ചെയ്യുന്നത്. Then my husband put forward this idea. Actually, why we can't take up this? എന്തായാലും എൻ്റെ ഒരു കരിയർ, he know very well how passionate I was about my profession, എൻ്റെ ജോബ്. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നമ്മുടെ ഒരു കഴിവ് തെളിയിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. സോ അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഡിസിഷനുമായിട്ട് ഗോയിങ് അഹെഡ്. സോ ഇപ്പോൾ ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ, അതായത് ഒരു 1.5 വർഷത്തെ ഞങ്ങളുടെ ജേർണിയിൽ ഞങ്ങളെ തേടി വന്ന കുറച്ച് റെക്കഗ്നീഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഫോർ അവർ പ്രോഡക്റ്റ്. അത് CIIയുടെ ഇൻഡസ്ട്രിയൽ ഇന്നൊവേഷൻ അവാർഡ്സിൽ ബെസ്റ്റ് സ്റ്റാർട്ടപ്പ് കാറ്റഗറിയിൽ ഈ പ്രോഡക്റ്റ് ഫൈനൽ ജൂറി ഇവാലുവേഷനിലേക്ക് സെലക്റ്റഡ് ആയിരുന്നു. അപ്പോൾ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തതിന് ശേഷം ഈ അടുത്ത് തന്നെ KMA ആൻഡ് NASSCOM ഇനീഷ്യേറ്റ് ചെയ്യുന്ന അവാർഡ്സ്, ദാറ്റ് ഈസ് IT സ്റ്റാർട്ടപ്പ് ഓഫ് ദ ഇയർ അവാർഡ്, അതിൻ്റെ ഒരു സ്പെഷ്യൽ ജൂറി മെൻഷൻ ഞങ്ങളുടെ കമ്പനിക്ക് കിട്ടിയിരുന്നു. സോ ഇപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളൊരു 3 എംപ്ലോയീസായിട്ട് തുടങ്ങിയ ഒരു ഫേമാണിത്. ഇപ്പോൾ അതിലൊരു 13 എംപ്ലോയീസ് ഉണ്ട്. ആൻഡ് മോസ്റ്റ്ലി ഒരു 60% ഞങ്ങൾ വിമൻ എംപ്ലോയീസ് ആണ് എടുത്തിരിക്കുന്നത്. സോ ഒരു സ്ത്രീ എംപവർമെൻറ്റ് എന്നതിലുപരി സ്ത്രീകളുടെ കൂട്ടായ്മ, ഇറ്റ് ഗീവ്സ് എ പോസിറ്റീവ് എൻവയൺമെൻറ്റ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അവരത്രയും എഫിഷ്യൻ്റ് ആൻഡ് പ്രൊഡക്റ്റീവായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ കുറേ മാനുവൽ എഫേർട്ടാണ് ഇടുന്നത്. സോ അവർ മാത്രമല്ല, ആ കമ്പനിയിലെ ബാക്കി എല്ലാ സ്റ്റാഫും സ്വന്തം കമ്പനി എന്നുള്ള ഒരു നിലപാടിലാണ് അവരവിടെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാം ഓരോ ലക്ഷ്യത്തിലേക്കും വളരെയധികം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ലെവലിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഡെബ്യൂ പ്രോഡക്റ്റ്, ഇമ്പൾസ് ഇൻ്റലിജൻറ്റ് എനർജി സേവർ. ഇത് ഒരു പേറ്റൻറ്റ് പെൻഡിങ് പ്രോഡക്റ്റാണ്. സോ ഇത് എങ്ങനെ എനർജി സേവ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്കൊരു സംശയമായിരിക്കാം. ഇപ്പോൾ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മെയിനായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ TV നമ്മൾ ഉപയോഗിച്ച് കണ്ടു കഴിഞ്ഞാൽ റിമോട്ടിൽ നമ്മൾ ഓഫാക്കിയിട്ട് പോകും. അതേപോലെ ഇപ്പോൾ വർക്കിംഗ് എൻവയൺമെൻറ്റ് നോക്കുകയാണെങ്കിൽ ലാപ്ടോപ്പ് വർക്ക് ചെയ്യുന്നു. സോ നിങ്ങൾ ബ്രേക്ക് എടുക്കുമ്പോൾ യു ടേക്ക് ഇറ്റ് ഇൻ എ സ്ലീപ്പ് മോഡ് ആൻഡ് യു ക്യാൻ ഗോ ഓഫ്. അപ്പോൾ TV ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ TVയുടെ കൂടെ സെറ്റപ്പ് ബോക്സ് ഉണ്ടാവാം, ഹോം തിയേറ്റർ ഉണ്ടാവാം, ഒരു DVD പ്ലെയർ. സോ നിങ്ങളുടെ യൂസിനനുസരിച്ച് നിങ്ങൾ അതെപ്പോഴും പ്ലഗ്ഡ് ഇൻ പൊസിഷനിൽ വെച്ചിട്ട് റിമോട്ടിൽ ഓഫ് ചെയ്തിട്ട് പോവുകയാണ്. സോ അവിടെ ഒരു എനർജി
വേസ്റ്റേജ് നടക്കുകയാണ്. അത് സ്റ്റിൽ ആ ഒരു യൂണിറ്റ് എല്ലാം പവർ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഈ എനർജി അനാവശ്യമായിട്ട് വേസ്റ്റേജ് ആയിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഐ ഹാവ് എ പ്രിൻ്റർ, ഒരു സ്കാനർ, അതൊക്കെ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ സമയത്ത്. സോ ഇതിന്നെല്ലാം പോകുന്ന എനർജി വേസ്റ്റേജ് എനർജി അവിടെയാണ് ഞങ്ങളുടെ ഈ പ്രോഡക്റ്റ് സഹായമായിട്ട് എത്തുന്നത്. കാരണം ഇപ്പോൾ ഇമ്പൾസ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഓണാക്കി വെച്ചു ആൻഡ് ഐ ടേക്ക് എ ബ്രേക്ക്. ഞാൻ എൻ്റെ കുക്കിങ്ങോ അല്ല പേഴ്സണൽ കാര്യത്തിന് മുമ്പും ഐ കീപ് മൈ ലാപ്ടോപ്പ് ഇൻ സ്ലീപ്പ് മോഡ്. സോ ഓട്ടോമാറ്റിക്കായിട്ട് ഇറ്റ് വിൽ ടേക്ക് കെയർ ഓഫ് മൈ പ്രിൻ്റർ. ഈ പെരിഫറൽ ഡിവൈസസിനെയൊക്കെ അത് ടേക്ക് കെയർ ചെയ്തോളും. എനിക്കത് ഓരോന്ന് പോയിട്ട് പ്ലഗ് ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. സോ അത് തന്നെയാണ് ഇപ്പോൾ കുട്ടികളായാലും. സോ ദേ ഹാവ് ആൻ അലോട്ടഡ് ടൈം ഓഫ് സീയിങ് TV, അല്ല പ്ലേ സ്റ്റേഷനിൽ കളിക്കണമെങ്കിൽ. സോ ഐ ഹാവ് ഗിവൺ ദം ഇൻസ്ട്രക്ഷൻ. അവിടെ ഇലക്ട്രിക്കൽ കോൺട്രിബ്യൂട്ട്സ് ഒന്നും പോയി, ഇലക്ട്രിക്കൽ വയറൊന്നും പോയി ടച്ച് ചെയ്യരുത്, അവിടെ ഒന്നും കളിക്കാൻ പാടില്ല. ദേ വിൽ ജസ്റ്റ് സ്വിച്ച് ഓഫ് യൂസിങ് ദ റിമോട്ട്. ബാക്കി എന്തൊക്കെയാണോ അവിടെ കണക്റ്റഡ് ആയിരിക്കുന്നത് അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പ്ലഗ് ഓഫ് സ്വിച്ച് ഓഫ് ആവും. ആൻഡ് ദയബൈ ആ ഒരു അനാവശ്യമായൊരു എനർജി വേസ്റ്റേജ് അവിടെ നിന്ന് ഒഴിവാക്കപ്പെടും. ഒരു വുമൺ എൻ്റർപ്രനർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, എന്നെ ഈ ഒരു ഫീൽഡിൽ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പോൾ എനിക്ക് ഈ ഒരു ലെവലിൽ എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ ഒരു സ്റ്റാർട്ടപ്പുകളായിട്ട് മുന്നോട്ട് വരുന്ന ഏതൊരാൾക്കും ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ യു ഡോണ്ട് സീ ദ ഇമ്മീഡിയറ്റ് റിസൾട്ട് ആൻഡ് ഡോണ്ട് സീ ഓൺ ദ പ്രോഫിറ്റ്. നമുക്ക് വേണ്ടത് ഒരു വളരെ പേഷ്യൻസോടെയുള്ള ഒരു കാൽവയ്പ്പാണ്. അതുകൊണ്ട് തന്നെ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാനും വി കുഡ് ആക്ച്വലി റീച്ച് ടു ദ പിനാക്കിൾ ഓഫ് അവർ ഡ്രീം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് ഒരു ചെറിയ കാലയളവിൽ എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.